ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലെ 4ാമത്തെ മൊഡ്യൂളാണ്. ആ 4ാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഓർത്തോഗണൽ ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഫൊറിയർ സീരീസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രിസിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രിസിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മറ്റ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. വെറും 499 റുപ്പീസ് മാത്രമേ ചാർജ് ആക്കുന്നുള്ളൂ. ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഇത് എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റിലെയും കോർ കോംപ്ലിമെൻ്ററി പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്റർ ഓർത്തോഗണൽ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഓർത്തോഗണൽ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്തായിരുന്നു വെക്ടേഴ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ 3 സ്പേസ്, 3 സ്പേസിലുള്ള വെക്ടേഴ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് അതെങ്ങനെയാണ് കാണുക നോക്കിക്കേ. ഇഫ് u ഈസ് ഈക്വൽ ടു u1i പ്ലസ് u2j പ്ലസ് u3k ആൻഡ് v ഈസ് ഈക്വൽ ടു v1i പ്ലസ് v2j പ്ലസ് v3k ആർ 2 വെക്ടേഴ്സ് ഇൻ R3. R3യിലുള്ള അല്ലെങ്കിൽ 3 സ്പേസിലുള്ള 2 വെക്ടേഴ്സ് ആണ് യുവും വിയും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ദ വെക്ടേഴ്സ് യു ആൻഡ് വി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. ഏത് റിയൽ നമ്പർ ആണ്? അതാ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ എന്താ, u1 v1 പ്ലസ് u2 v2 പ്ലസ് u3 v3 ആണ്. യു വി എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. u ഈസ് ഈക്വൽ ടു u1i പ്ലസ് u2j പ്ലസ് u3kയും v ഈസ് ഈക്വൽ ടു v1i പ്ലസ് v2j പ്ലസ് v3kയുമാണ് എങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ദ വെക്ടേഴ്സ് u ആൻഡ് v ഈസ് ഈക്വൽ ടു വാട്ട്, u1 v1 പ്ലസ് u2 v2 പ്ലസ് u3 v3. ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഈ ഒരു ഇന്നർ പ്രൊഡക്ട്സിന് ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന 4 പ്രോപ്പർട്ടീസ് ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഇന്നർ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വിയും ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യുവും എന്താണ്? ഈക്വൽ ആണ്. ഇനി രണ്ടാമത്തത് നോക്കിക്കേ. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് കെ ഇൻറ്റു യു കൊമ വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി. എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് കെ യു കോമ വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ വി. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കിയാൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ യു ഈസ് ഈക്വൽ ടു 0. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ യു ഈസ് ഈക്വൽ ടു 0 ഇഫ് എപ്പോഴാണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ യു 0 ആകുന്നത്? യു 0 ആകുമ്പോൾ. യു 0 ആണ് എങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ യു എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് inner product of u comma u is strictly greater than 0. Strictly greater than 0 if u not equal to 0. u 0 അല്ല എങ്കിൽ inner product of u എന്തായിരിക്കും? 0നേക്കാളും വലുതായിരിക്കും. അതൊരിക്കലും എന്താവില്ല? 0 ആവില്ല. u 0 ആണെങ്കിൽ inner product എന്തായിരിക്കും? 0 ആയിരിക്കും. u 0 അല്ല എങ്കിൽ inner product എന്തായിരിക്കില്ല? 0 ആയിരിക്കില്ല. ഇനി നോക്കിക്കേ ലാസ്റ്റത്തെ പ്രോപ്പർട്ടി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു പ്ലസ് വി കോമ ഡബ്ല്യു. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു പ്ലസ് വി കോമ ഡബ്ല്യു അതെന്തിനോട് ഈക്വലാ? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ ഡബ്ല്യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി കോമ ഡബ്ല്യു. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു പ്ലസ് വി കോമ ഡബ്ല്യു എന്തിനോട് ഈക്വലാണ്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ ഡബ്ല്യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി കോമ ഡബ്ല്യു. എന്താണ് വെക്ടേഴ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫങ്ഷൻസ്. The inner product of 2 functions f1 and f2 on the interval ab. ab എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ f1 f2 എന്ന് പറയുന്ന 2 ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് f1 f2. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്നർ പ്രൊഡക്റ്റ് f1 കോമ f2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ഇൻ്റഗ്രൽ ഓഫ് a to b. ഇൻ്റഗ്രൽ ഓഫ് a to b f1 of x into f2 of x dx.
അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് F1 ഉം F2 ഉം തന്നാൽ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ കാണുക? അതെ, ഇൻ്റഗ്രൽ A to B F1 of x ഇൻറ്റു F2 of x ആണ്. ഇവിടെ എ ബി എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലാണ്. F1 F2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റർവെൽ എ ബിയിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ A to B F1 of x ഇൻറ്റു F2 of x dx ആണ്. ഇവിടുത്തെ ഇൻ്റർവെൽ എ ബി ഉണ്ടല്ലോ, ആ ഇൻ്റർവെൽ എ ബിയിലെ എയും ബിയും വേണമെങ്കിൽ എന്താവാം? ഇൻഫിനിറ്റി ആവാം. സോ ഇൻഫിനിറ്റി ഉള്ള കേസും ഇവിടെ അലൗഡ് ആണ്. സോ ഇനിയുള്ളത് ഓർത്തോഗണൽ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതാണ്. എന്താണ് ഓർത്തോഗണൽ ഫംഗ്ഷൻസ്? രണ്ട് ഫംഗ്ഷൻ F1 F2 തന്നിട്ടുണ്ട്. രണ്ട് ഫംഗ്ഷൻസ് F1 F2 തന്നിട്ടുണ്ട്. അവയെ ഓർത്തോഗണലാണ് ഓൺ എൻ ഇൻ്റർവെൽ എ ബി. എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ F1 എന്ന് പറയുന്ന ഫംഗ്ഷനും F2 എന്ന് പറയുന്ന ഫംഗ്ഷനും ഓർത്തോഗണലാണെന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് F1 F2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഓൺ ദ ഇൻ്റർവെൽ എ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻ്റഗ്രൽ A to B F1 of x ഇൻറ്റു F2 of x dx എന്തായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങനെയുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് ഓർത്തോഗണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദാ രണ്ട് ഓർത്തോഗണൽ ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫംഗ്ഷൻ F1 of x is equal to x cube and F2 of x is equal to x raised to 4 are orthogonal on the interval -1, 1. -1, എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ക്യൂബും F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ x raised to 4ഉം എന്താണ്? ഓർത്തോഗണലാണ്. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് F1, F2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ A to B. ഇവിടെ എ ആരാ? എ എന്ന് പറയുന്നത് -1 ആണ്. ബി ആരാ? ബി എന്ന് പറയുന്നത് 1 ആണ്. സോ ഇൻ്റർവെൽ എന്ത് വരും? -1, 1 വരും. സോ ഇൻ്റഗ്രൽ -1 to 1. ഇൻ്റഗ്രൽ -1 to 1 F1 of x. F1 of x is x cube. x cube into F2 of x ആരാ? x raised to 4 ആണ്. x raised to 4 dx that is equal to integral -1 to 1 x raised to 3 into x raised to 7 that is x raised to 7 dx. This is equal to x raised to 8 by 8 -1 to 1. Okay, this is equal to നമ്മൾ x ന് 1 കൊടുത്താൽ 1 by 8 മൈനസ് ഇനി എക്സിന് -1 കൊടുക്കുക. എക്സിന് -1 കൊടുത്താൽ -1 raised to 8 വരും. -1 raised to 8 is 1. So 1 by 8. 1 by 8 minus 1 by 8 that is equal to 0. So നമുക്ക് എന്ത് കിട്ടി? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് F1, F2 എത്രയാണ്? 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം? F1 ഉം F2 ഉം ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണ്. അടുത്ത ഡെഫിനിഷൻ നോക്കിക്കേ. എ സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് set phi naught of x, phi 1 of x, phi 2 of x, etc. ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. phi naught, phi 1, phi 2 എന്നിങ്ങനെ പറയുന്ന ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. അവയെ നമ്മൾ ഓർത്തോഗണൽ ആണ് ഓൺ എൻ ഇൻ്റർവെൽ എ ബി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻ തന്നിട്ട് ആ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ ഓർത്തോഗണൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi m, phi n, phi m, phi n എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഈ ഒരു സെറ്റിൽ നിന്ന് phi naught, phi 1, phi 2 എന്ന് പറയുന്ന ഇങ്ങനെ പോകുന്ന നമ്മുടെ സെറ്റിൽ നിന്ന് phi naught, phi 1, phi 2 എന്നിങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ആ കുറേ ഫംഗ്ഷൻസിൻ്റെ സെറ്റാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഒരു സെറ്റിലെ ഏത് രണ്ട് ഫംഗ്ഷൻസ് എടുത്താലും phi m, phi n എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻസ് എടുത്താലും, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തം എന്നാണ്. എമ്മും എന്നും ഈക്വൽ ആവാൻ പാടില്ല. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് രണ്ട് ഫംഗ്ഷൻസ് ഈ ഒരു സെറ്റിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തിട്ട് അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താലും എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. ക്ലിയർ ആയോ? ഇപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻസ് ഈ ഒരു സെറ്റിൽ phi naught-ഉം phi 1-ഉം എടുത്തു എന്ന് വിചാരിക്കാം. phi naught-ഉം phi 1-ഉം എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? 0 കിട്ടും. ഇനി ഞാൻ phi 2-ഉം phi 5-ഉം എടുത്തു എന്ന് വിചാരിച്ചോ. phi 2, phi 5 എടുത്തു എന്ന് വിചാരിച്ചോ. അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻസ് ഈ സെറ്റിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻസും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. അങ്ങനെയുള്ള സെറ്റ് ഓഫ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നോം എന്നുള്ളതാണ്. നമ്മൾ
വെക്ടേഴ്സിൻ്റെ കേസിൽ നോം കാണാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വെക്ടേഴ്സിൻ്റെ കേസിൽ നോം കാണുക? ഇപ്പോൾ യു എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ നോം കാണാൻ എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? ഇപ്പോൾ യു എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ. യു എന്ന് പറയുന്ന ഒരു വെക്ടറിൻ്റെ നോം നമ്മൾ എങ്ങനെയാണ് കാണുക? ആദ്യം തന്നെ അതിനെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് അറിയണം. നോം ഓഫ് യു എന്ന് പറഞ്ഞതാ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? നോം യു എന്ന് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നോം യു എങ്ങനെയാണ് കാണുക? നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കും. യു കോമ യുവിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിനെന്ത് ചെയ്യും? അത് റേസ് ടു 1/2 ചെയ്യും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് യു കോമ യു ആണ് എന്ത്? നോം ഓഫ് യു എന്ന് പറയുന്നത്. എന്താണ് നോം ഓഫ് യു എന്ന് പറയുന്നത്? യു എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ് എങ്കിൽ നോം ഓഫ് യു എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് യു കോമ യു ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഫൈ എൻ തന്നു. അതിൻ്റെ നോം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നോം ഓഫ് ഫൈ എൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ കോമ ഫൈ എൻ ഹോൾ റൈസ് ടു 1/2. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഫൈ എൻ കോമ ഫൈ എൻ ആയിരിക്കും ആര്? ഇന്നർ പ്രൊഡക്റ്റ് നോം ഓഫ് ഫൈ എൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം എങ്ങനെ വരുന്നു. നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ കോമ ഫൈ എൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി. എ ബി എന്ന് പറയുന്ന ഇൻ്റർവൽ ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെയല്ലേ F1 F2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി F1 ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് എക്സ് ആണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ കോമ ഫൈ എൻ എന്താ വരിക? ഇൻ്റഗ്രൽ എ ടു ബി. അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ കോമ ഫൈ എൻ എന്താ വരിക? ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ വരും. ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ്. സോ നമുക്ക് എന്ത് കിട്ടി? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ കോമ ഫൈ എൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ് ആണ്. നമുക്കറിയാലോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ കോമ ഫൈ എൻ എന്ന് പറഞ്ഞാൽ നോമിൻ്റെ സ്ക്വയർ ആണ്. സോ നോം ഓഫ് ഫൈ എന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ് ആണ്. സോ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് കണ്ടുപിടിക്കുക? ഫൈ എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ നോം കണ്ടുപിടിക്കുക. ഫൈ എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ നോമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സിനോട് ഈക്വൽ ആണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഓർത്തോനോർമൽ സെറ്റ് എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു എന്താണ് ഓർത്തോഗണൽ സെറ്റ് എന്നുള്ളത്. ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഓർത്തോഗണൽ സെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വരുന്ന എല്ലാ ഫംഗ്ഷൻസിൻ്റെയും നോം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ സെറ്റാണ്. അവിടെയുള്ള ഓരോ ഫംഗ്ഷൻസിൻ്റെയും നോമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ അതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. സെറ്റ് ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഫൈ നോട്ട് ഫൈ 1 ഫൈ 2 അങ്ങനെ പോകുന്ന ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓർത്തോനോർമൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു സെറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കണം? ഓർത്തോഗണൽ ആയിരിക്കണം. കൂടാതെ അതിൽ വരുന്ന ഓരോ ഫംഗ്ഷൻസിൻ്റെയും നോം എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഈ ഒരു പ്രോബ്ലം നോക്കിക്കേ. ഷോ ദാറ്റ് ദ set 1, cos x, cos 2x, etc. is orthogonal on the interval -π to π. -π to π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ നമുക്ക് തന്നിട്ടുള്ള സെറ്റ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഓർത്തോഗണൽ ആണ്. നമുക്കറിയാം ഒരു സെറ്റ് ഓർത്തോഗണൽ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഏത് ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ് ആ സെറ്റിൽ നിന്ന് എടുത്താലും അവയുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ ഒരു സെറ്റിലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 1 എന്ന് പറയുന്നതാണ് ഫൈ നോട്ട്. 1 ആരാണ്? ഫൈ നോട്ട് ആണ്. ഫൈ 1 ആരാ? കോസ് എക്സ് ആണ്. ഫൈ 2 ആരാ? ഫൈ 2 കോസ് 2x ആണ്. അങ്ങനെ പോകുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫൈ നോട്ട് 1 ആണ്. ഓക്കെ. ഇൻ ജനറൽ ഫൈ എൻ എന്താ? ഫൈ എൻ ഓഫ് എക്സ് എന്താ? ജനറലി നമ്മൾ ഫൈ എൻ ഓഫ് എക്സ് എന്താന്ന് പറയും? ഫൈ 1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്, ഫൈ 2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 2x, ഫൈ 3 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 3x. അങ്ങനെയാണെങ്കിൽ ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് nx ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? ഈ സെറ്റിലെ ഫങ്ഷൻസ് ഫൈ നോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1ഉം അതുപോലെ ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസിൻ്റെയും ജനറൽ ഫോം എന്താണ്?
phi n that is equal to cos nx ഉമാണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് phi നോട്ടും phi n തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. phi നോട്ടും phi n തമ്മിലുള്ള ഒരു ഇന്നർ പ്രൊഡക്റ്റ് അതെന്താ വരിക നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇവിടുത്തെ ലിമിറ്റ്സ് മൈനസ് പൈയും പൈയും ആണ്. സോ മൈനസ് പൈ ടു പൈ ഫസ്റ്റത്തെ ഫംഗ്ഷൻ phi നോട്ട് ഈസ് 1 ഇൻറ്റു സെക്കൻഡത്തെ ഫംഗ്ഷൻ സെക്കൻഡ് phi n ഓഫ് എക്സ് ആണ്. phi n ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ cos nx ആണ്. സോ cos nx dx എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ 1 ഇൻറ്റു cos nx dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് cos nx എന്താ വരിക sin nx ഡിവൈഡഡ് ബൈ n. എൻ്റെ ലിമിറ്റ്സ് മൈനസ് പൈ ടു പൈ കൊടുക്കുക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/n ഇൻറ്റു മൈനസ് 1/n മൈനസ് അല്ല പ്ലസ് 1/n ആണ്. പ്ലസ് 1/n പുറത്തേക്ക് എടുത്തു, ഉള്ളിൽ ആരാ വരിക? യെസ്, sin n പൈ മൈനസ് n പൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi നോട്ട് phi n ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു sin n പൈ മൈനസ് സൈൻ ഓഫ് മൈനസ് n പൈ. sin n പൈ എന്താ? n ഇൻറ്റീജേഴ്സാണ് കൊടുക്കുക അല്ലേ? എന്നിൻ്റെ വാല്യൂസ് ഇൻറ്റീജേഴ്സ് ആണ് കൊടുക്കുക. n 1 കൊടുത്താലും 2 കൊടുത്താലും എന്ത് കൊടുത്താലും n പൈയിൽ സൈൻ്റെ വാല്യൂ ഈസ് 0. അതുപോലെ തന്നെയല്ലേ മൈനസ് n പൈ ആയാലും സൈൻ ഓഫ് മൈനസ് n പൈയും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് കിട്ടി? phi നോട്ടും phi n തമ്മിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് രണ്ട് വ്യത്യസ്ത phi n ഉം phi m ഉം എടുക്കാം. ഈ സെറ്റിൽ നിന്ന് ഒരു phi n ഉം അതുപോലെ ഒരു phi m ഉം എടുക്കാം. n ഉം m ഉം എന്തല്ല? ഈക്വൽ അല്ല. അങ്ങനെയുള്ള രണ്ട് ഫംഗ്ഷൻസ് എടുത്തിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് നോക്കാം. inner product of phi m comma phi n, inner product of phi m comma phi n where m is not equal to n, that is equal to integral minus pi to pi phi m of x into phi n of x dx ആണല്ലോ. that is equal to minus pi to pi integral minus pi to pi എന്താ phi m of x? നമ്മൾ നോക്കിക്കേ, ഇവിടെ phi n of x എന്താ തന്നിട്ടുണ്ട്? cos nx ആണ്. സോ phi m of x എന്ത് വരും? cos mx ഇൻറ്റു phi n of x phi n of x cos nx ആണ് dx that is equal to integral minus pi to pi എന്താ cos mx ഇൻറ്റു cos nx വരിക? ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്താൽ ഇതിനെ എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു cos ഓഫ് mx പ്ലസ് nx പ്ലസ് cos ഓഫ് mx മൈനസ് nx. ഇങ്ങനെ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് ഓഫ് mx പ്ലസ് nxനെ എങ്ങനെ എഴുതാം? m പ്ലസ് n ഇൻറ്റു എക്സ് പ്ലസ് കോസ് ഓഫ് mx മൈനസ് nxനെ mx മൈനസ് nxനെ കോസ് ഓഫ് m മൈനസ് n ഇൻറ്റു എക്സ് എന്നും എഴുതാം. ആൻഡ് dx ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഫസ്റ്റത്തത് എന്താ? ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് എം പ്ലസ് എൻ ഇൻറ്റു എക്സ്. കോസ് എം പ്ലസ് എൻ ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ത് വരും? എന്താ വരിക? സൈൻ ഓഫ് എം പ്ലസ് എൻ എക്സ് ബൈ എം പ്ലസ് എൻ. സൈൻ ഓഫ് എം പ്ലസ് എൻ എക്സ് ബൈ എം പ്ലസ് എൻ. ആൻഡ് അടുത്തതാരാ? കോസ് ഓഫ് എം മൈനസ് എൻ ഇൻറ്റു എക്സ്. കോസ് ഓഫ് എം മൈനസ് എൻ ഇൻറ്റു എക്സ് അതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? പ്ലസ് സൈൻ ഓഫ് എം മൈനസ് എൻ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ വരും. അതിൻ്റെ ലിമിറ്റ്സ് എന്താ വരിക? മൈനസ് പൈ ടു പൈ. ഓക്കെ, മൈനസ് പൈ ടു പൈയിൽ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സിന് പൈ കൊടുക്കുക ആദ്യം. അപ്പോൾ എന്ത് വരും? എക്സിന് പൈ കൊടുത്താൽ സൈൻ ഓഫ് എം പ്ലസ് എൻ ഇൻറ്റു പൈ ബൈ എം പ്ലസ് എൻ പ്ലസ് സൈൻ ഓഫ് എം മൈനസ് എൻ ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ എന്ന് വരും. ആൻഡ് മൈനസ് ഇനി എന്ത് ചെയ്യണം? എക്സിന് മൈനസ് പൈ കൊടുക്കണം. അപ്പോൾ എന്ത് വരും? സൈൻ ഓഫ് എം പ്ലസ് എൻ ഇൻറ്റു മൈനസ് പൈ ബൈ എം പ്ലസ് എൻ പ്ലസ് സൈൻ ഓഫ് എം മൈനസ് എൻ ഇൻറ്റു മൈനസ് പൈ ബൈ എം മൈനസ് എൻ. ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ വന്നല്ലോ. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എമ്മും എന്നും എന്താണ്? ഇൻഡിജേഴ്സ് ആണ്. സോ എം പ്ലസ് എന്നും എം മൈനസ് എന്നും എന്തായിരിക്കും? ഇൻഡിജേഴ്സ് ആയിരിക്കും. സോ സൈൻ ഓഫ് എം പ്ലസ് എൻ ഇൻറ്റു പൈയുടെ വാല്യൂ എന്താ വരിക? നമുക്കറിയാം സൈൻ ഓഫ് എൻ പൈ എൻ ഇൻഡിജർ ആണ് എങ്കിൽ 0 ആണ്. സോ എം പ്ലസ് എന്നും ഇൻഡിജർ ആയതുകൊണ്ട് സൈൻ ഓഫ് എം പ്ലസ് എൻ ഇൻറ്റു പൈ എന്ന് പറയുന്ന ഇയാൾ എന്തായി പോകും? 0 ആയി പോകും. സെക്കൻഡ് താളോ എം മൈനസ് എന്നും ഇൻഡിജർ ആണ്. സോ എം മൈനസ് എൻ ഇൻറ്റു
പൈയുടെ സൈൻ വാല്യൂവും 0 ആയി പോകും. ആൻഡ് ഇത് ഓൾസോ 0, ഇത് ഓൾസോ 0. സോ ഈ ടേംസ് മൊത്തം എന്താണ്? 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് കിട്ടി? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ്, നമുക്ക് കിട്ടിയത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എം കോമ ഫൈ എൻ എന്താണെന്നാണ്? 0 ആണ് എന്നാണ്. വേർ എം നോട്ട് ഈക്വൽ ടു എൻ. സോ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ഏത് ഫങ്ഷൻസ് നമ്മുടെ സെറ്റിൽ നിന്ന് ഏത് ഫങ്ഷൻസ് എടുത്താലും അവരുടെ ഇന്നർ പ്രൊഡക്റ്റ്, ഏത് ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ് എടുത്താലും അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്? 0 ആണ്. സോ ദിസ് ഈസ് എൻ ഓർത്തോഗണൽ സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ നോംസ് ഓഫ് ഈച്ച് ഫങ്ഷൻ ഇൻ ദ ഓർത്തോഗണൽ സെറ്റ് 1, cos x, cos 2x, etc. on the interval -π to π. നമ്മൾ ഈ ഒരു സെറ്റ് ഓർത്തോഗണൽ ആണെന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഒരു സെറ്റിൻ്റെ ഓരോ ഫംഗ്ഷൻ്റെയും എന്ത് കാണണം? നോം കാണണം. സോ ഈ ഒരു സെറ്റിലെ ഓരോ ഫംഗ്ഷൻ്റെയും നോം കാണാനാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഫൈ നോട്ട് ആയിട്ടുള്ള 1ൻ്റെ നോം കാണാം. പിന്നെ നമ്മൾ ഫൈ എൻ എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സ് ആണ്. കോസ് എൻ എക്സിൻ്റെയും എന്ത് കാണാം? നോം കാണാം. സോ ആദ്യം തന്നെ നമ്മൾ ആരുടെ കാണാൻ പോകുന്നത്? ഫൈ നോട്ടിൻ്റെ നോം. എങ്ങനെയാണ് ഫൈ നോട്ടിൻ്റെ നോം കാണാം? ഫൈ നോട്ടിൻ്റെ നോമിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ -π to π ഫൈ നോട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ്. ഫൈ നോട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ് ആണ് എന്ത്? ഇൻ്റഗ്രൽ -π to π ഫൈ നോട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ് ആണ് നോം ഫൈ നോട്ടിൻ്റെ സ്ക്വയർ. നോം ഫൈ നോട്ടിൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് നോം ഫൈ നോട്ടിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -π to π ഫൈ നോട്ട് ഓഫ് എക്സ് ഈസ് 1. സോ ഫൈ നോട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്ത് വരും? 1ൻ്റെ സ്ക്വയർ വരും, 1 വരും, 1 dx എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 dxൻ്റെ ഇൻ്റഗ്രൽ എക്സ് വരും, ലിമിറ്റ്സ് -π to π. ആൻഡ് വി ഗെറ്റ് നോം ഓഫ് ഫൈ നോട്ടിൻ്റെ സ്ക്വയർ. നോം ഫൈ നോട്ടിൻ്റെ സ്ക്വയർ എത്രയാ? π - π ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. എന്ത് കിട്ടി? 2π എന്ന് കിട്ടി. ദിസ് ഇംപ്ലൈസ് നോം ഫൈ നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു √2π. നമുക്ക് എന്ത് കിട്ടി? ഫൈ നോട്ടിൻ്റെ നോം എന്ന് പറയുന്നത് √2π ആണ്. ഇനി നമുക്ക് ആരുടെ കണ്ടുപിടിക്കണം? ഫൈ എന്നിൻ്റെ നോം കണ്ടുപിടിക്കണം. വേർ n is equal to 1, 2, 3, 4, etc. അപ്പോൾ എന്നിന് 1ഉം 2ഉം 3ഉം കൊടുത്താൽ നമുക്ക് 1 ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവരെയും കിട്ടും. സോ നമ്മൾ നോം ഓഫ് ഫൈ എൻ ആണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോം ഓഫ് ഫൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? നോം ഓഫ് ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b. എയും ബിയും ആരാ? ഇൻ്റർവൽ -πയും πയും ആണ്. സോ -π to π യെസ് ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ്. സോ നോം ഫൈ എൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -π to π ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -π to π. ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നോക്കിക്കേ, ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സ് ആണ്. അവിടെ കോസ് എൻ എക്സ് കൊടുക്കുക. അപ്പോൾ വരും കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ്. എന്താ വന്നിട്ടുള്ളത്? കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ്. ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്താൽ നമുക്ക് കോസ് സ്ക്വയർ എൻ എക്സിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു -π to π കോസ് സ്ക്വയർ എൻ എക്സ്, യെസ് 1 + cos 2nx ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. എന്തിനെ? കോസ് സ്ക്വയർ എൻ എക്സിനെ എങ്ങനെ എഴുതാം? 1 + cos 2nx ഡിവൈഡഡ് ബൈ 2 dx. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 1/2 ഇല്ലേ, അതിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -π to π. ഉള്ളിലുള്ളത് 1 + cos 2nx dx. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -π to π 1 + cos 2nx എന്താ വരിക? 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്. കോസ് 2nxൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2nx ഡിവൈഡഡ് ബൈ 2. കോസ് 2nxൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2nx ഡിവൈഡഡ് ബൈ 2 -π to π കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ വാല്യൂസ് കൊടുത്താൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇനി ആരാ? എക്സിന് പൈ കൊടുക്കുക. എക്സിന് പൈ കൊടുക്കുമ്പോൾ പൈ പ്ലസ് സൈൻ 2nxന് പൈ കൊടുത്താൽ സൈൻ 2nπ ബൈ 2 എന്താ വരിക? സൈൻ 2nπ/2 എന്ന് വരും. ആൻഡ് മൈനസ് ഇനി എന്ത് ചെയ്യണം? എക്സിന് -π കൊടുക്കണം. എക്സിന് എന്ത് കൊടുക്കണം? -π കൊടുക്കണം. അപ്പോൾ എന്ത് വരും? -π പ്ലസ് സൈൻ ഓഫ് -2nπ/2. 2 അല്ല 2n ആണ് കേട്ടോ. 2n വരും. 2n ഇവിടെയും 2n ആണ് വരിക.
ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ ടേം എന്തായി പോവും? 0 ആയി പോകും. കാരണം n ഇൻറ്റീജർ ആണ്, 2n ഇൻറ്റീജർ ആണ്. 2n പൈയുടെ സൈൻ വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേം 0 ആണ്. അതേപോലെ ഇവിടെയും എന്തായി പോവും? 0 ആയി പോവും. സൈൻ ഓഫ് -2n പൈയും എന്താണ്? 0 ആണ്. സോ ഇനി ആരേ ബാക്കിയുള്ളൂ? പൈ മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? മൈനസ് പൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/2. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? നോമ് ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ. നോമ് ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ എത്രയാ? പൈ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇംപ്ലൈസ് നോമ് ഫൈ എൻ, നോമ് ഫൈ എൻ ഓഫ് എക്സ് അല്ലെങ്കിൽ നോം ഫൈ എൻ ഇസ് ഈക്വൽ ടു √π. അതായത് φ1ൻ്റെ നോമും φ2വിൻ്റെ നോമും φ3യുടെ നോമും ഒക്കെ എന്ത് തന്നെയാണ്? √π ആണ്. വേർ n ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര. അതായത് നമ്മുടെ സെറ്റ് എടുക്കുക. നമ്മുടെ സെറ്റ് എടുത്താൽ 1ൻ്റെ നോം എത്രയാ? √2π. √2π ആണ് നമ്മുടെ 1ൻ്റെ നോമ്. ആൻഡ് കോസ് എക്സ് എടുത്താൽ √π ആണ് നോമ്. കോസ് 2x എടുത്താലും √π ആണ് നോമ്. ആൻഡ് കോസ് 100x എടുത്താലും നമുക്ക് നോം എന്താണ്? √π ആണ്. ഒബ്റ്റെയിനിങ് ഓർത്തോനോമൽ സെറ്റ് ഫ്രം ഓർത്തോഗണൽ സെറ്റ്. ഒരു ഓർത്തോഗണൽ സെറ്റിൽ നിന്ന് എങ്ങനെയാണ് ഓർത്തോനോർമൽ സെറ്റ് കിട്ടുന്നത്? നമുക്കറിയാം ഓർത്തോഗണൽ സെറ്റും ഓർത്തോനോർമൽ സെറ്റും തമ്മിൽ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഓർത്തോഗണൽ സെറ്റ് തന്നെയാണ് ഓർത്തോനോർമൽ സെറ്റും, പക്ഷേ അവിടുത്തെ ഫംഗ്ഷൻസിൻ്റെ നോം എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കൊരു ഓർത്തോഗണൽ സെറ്റിൽ നിന്ന് ഓർത്തോനോർമൽ സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഓർത്തോഗണൽ സെറ്റിലുള്ള ഓരോ ഫംഗ്ഷനെയും ആ ഫംഗ്ഷൻസിൻ്റെ നോം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ആ നോം കൊണ്ട് അവയെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പുതിയ ഫംഗ്ഷൻസിൻ്റെ നോം എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഒരു ഓർത്തോഗണൽ സെറ്റിൽ നിന്ന് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർത്തോഗണൽ സെറ്റിലുള്ള ഓരോ ഫംഗ്ഷനെയും അവരുടെ നോമ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പുതിയൊരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ടാക്കുക. അങ്ങനെ കിട്ടുന്ന ഫംഗ്ഷൻസ് എന്തായിരിക്കും? ഓർത്തോനോർമൽ സെറ്റ്സ് ആയിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ സെറ്റ് 1, cos x, cos 2x, എക്സെട്ര. ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഓർത്തോഗണലാണ്. എന്താണ്? ഓർത്തോഗണലാണ്. ഓർത്തോഗണൽ സെറ്റാണ്. ഇനി ഇവരുടെ ഓരോരുത്തരുടെയും ഈ ഓരോ ഫംഗ്ഷൻസിൻ്റെയും നോം കൊണ്ട് ഇവയെ ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാലോ 1ൻ്റെ നോമ് √2π ആണ്. സോ 1/√2π എടുക്കുക. കോമ കോസ് എക്സിൻ്റെ നോമ് √π. കോസ് എക്സിനെ കൊണ്ട് അതിൻ്റെ നോമ് √π ഡിവൈഡ് ചെയ്യിക്കുക. കോമ കോസ് 2x ഡിവൈഡഡ് ബൈ അതിൻ്റെ നോമ് √π. ഇങ്ങനെ ഒരു സെറ്റ് നമ്മൾ എടുത്താൽ ഈ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എന്തായിരിക്കും? ഓർത്തോനോർമൽ ആയിരിക്കും. കാരണം ഇവർ ഓർത്തോഗണലാണ്. പിന്നെ എന്തും കൂടിയാണ്? അവരുടെ നോമോ ഉണ്ട്. ആദ്യത്തെ മുകളിലുള്ള സെറ്റിൻ്റെ നോംസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മുകളിലുള്ള സെറ്റിലുള്ള ഫംഗ്ഷൻസിൻ്റെ നോംസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവയെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് കിട്ടിയത്. മുകളിലുള്ള ആൾക്കാർ ഓർത്തോഗണൽ ആയതുകൊണ്ട് താഴെയുള്ള ആൾക്കാരും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. കാരണം ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കോൺസ്റ്റൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഓർത്തോഗണൽ ആയിരിക്കും. കൂടാതെ ഇവരുടെ നോം എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം മുകളിലുള്ള ആൾക്കാരുടെ നോം കൊണ്ടാണ് അവയെ ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇവ എന്താണ്? ഈ ഒരു സെറ്റ് എന്താണ്? ഓർത്തോനോർമൽ സെറ്റാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ എന്നുള്ളതാണ്. സോ സപ്പോസ് φn ഓഫ് എക്സ് ഈസ് എൻ ഇൻഫൈനൈറ്റ് ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓൺ എൻ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിലുള്ള ഒരു ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻ ആണ് φn ഓഫ് എക്സ്. അതായത് φ0, φ1, എക്സെട്ര, φn, എക്സെട്ര. അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ് വരുന്ന ഒരു സെറ്റ്, ഒരു ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫൈനൈറ്റ് സെറ്റ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് എഴുതുന്നു എന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C0 φ0 പ്ലസ് C1 φ1 പ്ലസ് എക്സെട്ര പ്ലസ് CN φn പ്ലസ് എക്സെട്ര. ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള φ1, φ0, φ2 അങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് നമ്മൾ എഴുതുന്നു എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സിൻ്റെ ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ CN എന്ന് പറയുന്നത് CN കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും തന്നിട്ടുണ്ട്. എന്താണ് CN കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഇൻ്റഗ്രൽ A to B എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തോഗണൽ സീരീസ് എഴുതേണ്ട ഫംഗ്ഷനാണ്. സോ ഇൻ്റഗ്രൽ A to B എഫ് ഓഫ് എക്സ് ഇൻറ്റു φn ഓഫ് എക്സ്. φn എന്ന് പറഞ്ഞാൽ ആ ഒരു സീരീസിലെ ആ ഓർത്തോഗണൽ സെറ്റിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ എന്താ കണ്ടുപിടിക്കുന്നത്? CN ആണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ ഇൻ്റഗ്രൽ A to B എഫ് ഓഫ് എക്സ് ഇൻറ്റു φn ഓഫ് എക്സ് dx ഡിവൈഡഡ് ബൈ എന്താണ്?
ഇന്റഗ്രൽ എ ടു ബി ഫൈ എൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ്. എന്താണ് സി എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ എ ടു ബി ഫൈ എൻ സ്ക്വയർ ഡി എക്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സി എൻ കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിനെ എങ്ങനെ മാറ്റി എഴുതാം? ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ സ്ക്വയർ ഡി എക്സ് ആണ്. അതെന്തിനോട് ഈക്വലാ? നോമ് ഫൈ എന്നിൻ്റെ സ്ക്വയറിനോട് ഈക്വലാണ്. സോ നമുക്കതിനെ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റിയും എന്ത് ചെയ്യാം? എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി എന്താണ് വെയ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. എന്താണ് വെയ്റ്റ് ഫംഗ്ഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നോക്കിയാൽ കാണാം, എ സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഫൈ നോട്ട്, ഫൈ 1, ഫൈ 2 എക്സെട്ര ഈ സെറ്റ് ടു ബി ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു എ വെയ്റ്റ് ഫംഗ്ഷൻ. ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു എ വെയ്റ്റ് ഫംഗ്ഷൻ ഡബ്ല്യു ഓഫ് എക്സ്. വെയ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഡബ്ല്യു ഓഫ് എക്സിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റ് ഫൈ നോട്ട്, ഫൈ 1, ഫൈ 2 എക്സെട്ര എന്ന് പറയുന്ന നമ്മുടെ സെറ്റ് എന്താന്ന് പറയണം? ഓർത്തോഗണലാണ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ എന്താണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഇന്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് എക്സ് ഇൻറ്റു ഫൈ എം ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എം നോട്ട് ഈക്വൽ ടു എൻ. നമ്മൾ നേരത്തെ കണ്ടു ഏത് സെറ്റാണ് ഓർത്തോഗണൽ സെറ്റ് എന്ന്. ഏത് സെറ്റ് ആയിരുന്നു ഓർത്തോഗണൽ? യെസ്, ഇന്റഗ്രൽ എ ടു ബി ഫൈ എം ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എം നോട്ട് ഈക്വൽ ടു എൻ ആകുന്ന കേസ് ആയിരുന്നു ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എന്നുള്ള കേസ്. എന്നാൽ ഒരു വെയ്റ്റ് ഫംഗ്ഷനെ റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ സെറ്റ് ഓർത്തോഗണൽ ആകുന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഒരു ഡബ്ല്യു എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കണം 0 ആകേണ്ടത്. അതായത് എ ടു ബി ഡബ്ല്യു ഓഫ് എക്സ് ഇൻറ്റു ഫൈ എം ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കണം 0 എന്നുള്ളത്. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഫൈ നോട്ട്, ഫൈ 1, ഫൈ 2 എക്സെട്ര ഈ ഒരു സെറ്റ് ഓർത്തോഗണൽ ആണെന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എ വെയ്റ്റ് ഫംഗ്ഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇന്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് എക്സ് ഇൻറ്റു ഫൈ എം ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് എന്താവണം? 0 ആവണം. എം ഈസ് നോട്ട് ഈക്വൽ ടു എൻ. എമ്മും എന്നും ഈക്വൽ അല്ല എങ്കിൽ. ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ട സെറ്റ് 1 കോസ് എക്സ്, കോസ് 2x എക്സെട്ര ഈ ഒരു സെറ്റ് എന്തായിരുന്നു? ഈ ഒരു സെറ്റ് ഒരു ഓർത്തോഗണൽ സെറ്റ് ആയിരുന്നു. സോ ഇതിലുള്ള ഏത് രണ്ട് ഫംഗ്ഷൻസ് എടുത്താലും ഇന്റഗ്രൽ എ ടു ബി ഫൈ എം ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് എന്താണ്? 0 ആണ്. ഇതൊരു ഓർത്തോഗണൽ സെറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ഏത് രണ്ട് ഫൈ എമ്മും ഫൈ എനും എടുത്താലും ഇന്റഗ്രൽ എ ടു ബി ഫൈ എം ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും. എനിക്കിതിനെ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഇൻറ്റു ഫൈ എം ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതിക്കൂടെ ഇതിനെ? ഇന്റഗ്രൽ എ ടു ബി 1 ഇൻറ്റു ഫൈ എം ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് എന്ന് ഇതിനെ എഴുതിക്കൂടെ? എഴുതാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡബ്ല്യു ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? നോക്കിക്കേ, ഇന്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് എക്സ് ഇൻറ്റു ഫൈ എം ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ ഇതിനെ മാറ്റിയാൽ നമുക്ക് ഡബ്ല്യു ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഒരു കേസിൽ ഡബ്ല്യു ആരാണ്? 1 ആണ്. അതായത് ഈ ഒരു സെറ്റ് എടുക്കുക, 1, cos x, cos 2x, എക്സെട്ര ഈ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എന്താണ്? ഓർത്തോഗണലാണ് വിത്ത് റെസ്പെക്ട് ടു വെയ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ വെയ്റ്റ് ഫംഗ്ഷൻ ആരാ? 1 ആണ്. ഈ 1 എന്ന് പറയുന്ന വെയ്റ്റ് ഫംഗ്ഷനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റ് 1 cos x, cos 2x എന്താണ്? ഓർത്തോഗണലാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് കംപ്ലീറ്റ് സെറ്റുകൾ എന്നുള്ളതാണ്. ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസിന് നമ്മൾ കംപ്ലീറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻ ഫൈ നോട്ട്, ഫൈ 1, ഫൈ 2 എക്സെട്ര ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്. ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഓരോ മെമ്പറും എടുക്കുക. ഈ ഒരു സെറ്റിലെ ഓരോ മെമ്പറിനോടും ഓർത്തോഗണലായി വരുന്ന ഇതിലുള്ള ഏത് മെമ്പർ എടുത്താലും, ഫൈ നോട്ട് എടുത്താലും, ഫൈ 1 എടുത്താലും, ഫൈ 2 എടുത്താലും, ഫൈ 3 എടുത്താലും, അങ്ങനെ ഇതിലുള്ള ഏത് മെമ്പർ എടുത്താലും ഇതിൽ ഏത് മെമ്പറിനോടും ഓർത്തോഗണലായി വരുന്ന ഒരേ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ. അതാരായിരിക്കും? 0 ആയിരിക്കും. 0 മാത്രമേ എന്തുണ്ടാവുള്ളൂ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതിലുള്ള എല്ലാവരോടും ഓർത്തോഗണലാകുന്ന ഒരേ ഒരു ഫംഗ്ഷൻ, ഒരേ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അതാരായിരിക്കും? 0 ആയിരിക്കുകയുള്ളൂ. ഇനി ഈ മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം, ഫോറിയർ സീരീസ്. ഫോറിയർ സീരീസ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻസ് എന്നുള്ളതാണ്. സോ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എ ഫംഗ്ഷൻ f of x is said to be a
periodic if it is defined for all real x and if there is a positive number t such that f of x plus t is equal to f of t for all real x. അതായത് പറയുന്നത് എന്താ, എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നു ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ എക്സ്. ആ ഫംഗ്ഷൻ എല്ലാ റിയൽ വാല്യൂസിലും എന്തായിരിക്കണം, ഡിഫൈൻഡ് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യമോ, ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് നമ്പർ ക്യാപിറ്റൽ ടി. ടി എന്ന് പറയുന്ന ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കും. അതായത് ഫംഗ്ഷൻ എന്തായിരിക്കും, പീരിയോഡിക് ആയിരിക്കും. ഒരു ഇൻ്റർവെല്ലിൽ കഴിഞ്ഞാൽ ഫംഗ്ഷൻ നേരത്തെ എടുത്ത അതേ വാല്യൂസ് ആയിരിക്കും വീണ്ടും എന്ത് ചെയ്യുക, എടുക്കുന്നത്. അതാണ് സിംപ്ലി എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഈ നമ്പർ ഉണ്ടല്ലോ ടി എന്ന് പറയുന്ന നമ്പർ, അതിന് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, പീരിയഡ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ പീരിയഡ് എന്നാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ടീന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പറിനെ ടി ഗ്രേറ്റർ ദാൻ സീറോവിനെ, അങ്ങനെയുള്ള നമുക്കറിയാം ടി എന്ന് പറയുന്ന ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ്റെ എന്താണ്, പീരിയഡാണ്. അങ്ങനെ ഒരുപാട് പീരീഡ് ഉണ്ടാവും പീരിയോഡിക് ഫംഗ്ഷൻസിന്. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ പീരീഡ്, അങ്ങനെയുള്ള ഏറ്റവും ചെറിയ പീരീഡിനെ നമ്മൾ പറയുന്നതാണ് എന്താ, പ്രിമിറ്റീവ് പീരിയഡ് ഓഫ് ഓർ ഫണ്ടമെൻ്റൽ പീരിയഡ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ പ്രിമിറ്റീവ് പീരീഡ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് പീരിയഡുകളിൽ തന്നെ ഏറ്റവും ചെറിയതായിട്ടുള്ള ടി ഗ്രേറ്റർ ദാൻ സീറോനെയാണ്. ടി എന്താവാൻ പാടില്ല, സീറോ ആവാൻ വേണ്ടിയിട്ട് പാടില്ല. എങ്ങനെയാണ്, ടി ഗ്രേറ്റർ ദാൻ സീറോ ആണ് സച്ച് ദാറ്റ് ഏറ്റവും ചെറിയ പീരീഡ്. ഏറ്റവും ചെറിയ പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിമിറ്റീവ് പീരീഡ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനോട് ഈക്വൽ ആ, ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് 2π. എന്താണ് എക്സ് പ്ലസ് 2π? സൈൻ ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറയുന്നത് ആരോട് ഈക്വലാ, സൈൻ എക്സിനോട് ഈക്വലാ. അതേപോലെ നമുക്ക് പറയാം സൈൻ ഓഫ് എക്സ് പ്ലസ് 4π. അതെന്തിനോട് ഈക്വലാ, സൈൻ ഓഫ് എക്സ് പ്ലസ് 4πയോട് ഈക്വലാ. ഇത് പിന്നെയും എന്തിനോട് ഈക്വലാ, സൈൻ ഓഫ് എക്സ് പ്ലസ് 6πനോട് ഈക്വലാണ്. ഇവിടുത്തെ ഈ ഒരു 2πയും 4πയും അതുപോലെ 6π വന്നാൽ 6π ഒക്കെ എന്താണ്, നമ്മുടെ സൈൻ ഫംഗ്ഷൻ്റെ എന്താണ്, പീരിയഡുകളാണ്. ഏതൊക്കെയാണ് സൈൻ ഫംഗ്ഷൻ്റെ പീരിയഡ്, 2π 4π 6π അങ്ങനെ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ഒക്കെ എന്താണ്, നമ്മുടെ സൈൻ എക്സിൻ്റെ എന്താണ്, പീരിയഡുകളാണ്. അവയിൽ തന്നെ ഏറ്റവും ചെറിയ പീരിയഡ് ആരാണ്, 2π ആണ്. ഏറ്റവും ചെറിയ പീരീഡ് 2π ആണ്. ഈ 2π ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം, പ്രിമിറ്റീവ് പീരിയഡ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പീരിയഡ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് 2π ആണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ട്രിഗ്നോമെട്രിക് സീരീസ് എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല ട്രിഗ്നോമെട്രിക് സീരീസ് എന്ന് വെച്ചാൽ സൈനും കോസും, സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ നമ്മൾ എഴുതുന്നത് ഇതുപോലെയുള്ള സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രിഗ്നോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. ട്രിഗ്നോമെട്രിക് സീരീസ് എന്താണ്, a0 പ്ലസ് a1 കോസ് എക്സ് പ്ലസ് b1 സൈൻ എക്സ് പ്ലസ് a2 കോസ് 2x പ്ലസ് b2 sin 2x plus etc plus an cos nx plus bn cos nx plus etc. ഇങ്ങനെ കോസിൻ്റെയും സൈനിൻ്റെയും ടേംസിൽ നമ്മൾ സീരീസ് എഴുതുന്നതിനെയാണ് ട്രിഗ്നോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. അതിന് ഇവിടുത്തെ a0ഉം a1ഉം b1 ഒക്കെ എന്താണ്, റിയൽ കോൺസ്റ്റൻസ് ആണ്. ഈ a-കളെയും b-കളെയും ആണ് നമ്മൾ പറയുന്നത് കോഎഫിഷ്യൻസ് ഓഫ് ദ സീരീസ്. ഈ സീരീസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്നാണ് ഇവരെ നമ്മൾ പറയാറുള്ളത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഫോറിയർ സീരീസ് ഓഫ് 2p പീരിയോഡിക് ഫംഗ്ഷൻ. 2p പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ ഫോറിയർ സീരീസ് എന്താണ് എന്നുള്ളതാണ്. നോക്കിക്കേ, ഫോറിയർ സീരീസ് ഓഫ് 2p പീരിയോഡിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇനീഷ്യലി ഡിഫൈൻഡ് ഓവർ ദ ഇൻ്റർവൽ മൈനസ് പി ലെസ് താൻ എക്സ് ലെസ് താൻ പി ഈസ് ഗിവൺ ബൈ ദ ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമേഷൻ n ഈക്വൽ ടു 1 to infinity an cos n pi x by p പ്ലസ് bn ഇൻറ്റു സൈൻ ഓഫ് n pi x ഡിവൈഡഡ് ബൈ p ആണ്. അതായത് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. 2p പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോമിൽ വരുന്ന ആൾക്കാരാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2, a0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, a0/2 പ്ലസ് സമേഷൻ n ഈക്വൽ ടു 1 to infinity എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, സമേഷൻ n ഈക്വൽ ടു 1 to infinity an ഇൻറ്റു കോസ് n pi x by p പ്ലസ് bn സൈൻ n pi x by p എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, n-ന് 1 കൊടുത്താൽ ആദ്യത്തെ ടേം a1 cos pi x by p വരും പ്ലസ് b1 സൈൻ pi x by p. ഇനി n-ന് 2 കൊടുത്താൽ നെക്സ്റ്റ് ടേം കിട്ടും a2 cos 2 pi x by p പ്ലസ്
b2 sin 2 pi x by p പ്ലസ് എക്സെട്ര. ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? Fourier series of 2p periodic function എന്ന് പറയുന്നത്. ഇവിടുത്തെ a നോട്ടും a-നും b-n ഒക്കെ കിട്ടാൻ ഒരു പ്രത്യേകം ഫോർമുലയും ഉണ്ട്. ആ ഫോർമുലാസ് എന്താ നോക്കാം. എന്തൊക്കെയാണ് a നോട്ട് കിട്ടാനുള്ള ഫോർമുല, a-n കിട്ടാനുള്ള ഫോർമുല, അതുപോലെ b-n കിട്ടാനുള്ള ഫോർമുല. a-n കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1 by p into integral minus p to p f of x dx ചെയ്താൽ മതി. നമ്മുടെ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് ആണ് കാണേണ്ടത് എങ്കിൽ ആ f of x 2p പീരിയോഡിക് ആണ് എങ്കിൽ a നോട്ട് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1 by p into integral minus p to p f of x dx ആണ്. ഇനി നിങ്ങൾക്ക് a എന്നാ കണ്ടുപിടിക്കേണ്ടതെങ്കിലോ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ 1 by p into integral minus p to p അവിടെ എന്ത് ചെയ്യണം? f of x കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? cos n pi x by p a മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ f of x കൂടെ cos n pi x by p a മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി bn ആണ് ചെയ്തതെങ്കിലോ bn കണ്ടുപിടിക്കാൻ എന്തേ വ്യത്യാസമുള്ളൂ? f of x കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് sin n pi x by p ആണ്. സോ a നോട്ടും a-നും b-നും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ കിട്ടുന്ന വാല്യൂസ് എവിടെ കൊടുക്കും? ഇവിടുത്തെ സീരീസിൽ കൊടുക്കും. f of x is equal to a naught by 2 plus summation n equal to 1 to infinity an cos n pi x by p plus bn sin n pi x by p. ഈ സീരീസിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് കിട്ടും. ഇനി നമ്മൾ ഇത് വെച്ചൊരു പ്രോബ്ലം ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് 2 periodic function ആയിട്ടുള്ള f of x is equal to 0 when minus 1 less than x less than 0, 1 when 0 less than x less than 1. ഈ ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് കാണണം. നമുക്കറിയാം f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് a naught by 2 plus summation n equal to 1 to infinity an cos n pi x by p plus bn sin n pi x by p ആണ്. a നോട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? a നോട്ട് കണ്ടുപിടിക്കാനും a-n കണ്ടുപിടിക്കാനും b-n കണ്ടുപിടിക്കാനും നമുക്ക് പ്രത്യേകം ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾക്ക് അറിയാം ഇതൊരു 2 പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതായത് 2p എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 2p എന്ന് പറയുന്നത് 2 ആണ്. ദിസ് ഇംപ്ലൈസ് p is equal to 1. എന്താണ് p എത്രയാ? 1 ആണ്. 2p പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിലാണ് ഈ ഒരു ഫോർമുല വരിക. സോ ഇവിടെ 2 പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. 2 പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് 2p is equal to 2 ആണ്. അതിൽ നിന്ന് നമുക്ക് p എത്രയാണെന്ന് കിട്ടും? 1 ആണെന്ന് കിട്ടും. സോ p is equal to 1. സോ f of x എന്താ വരിക? ഫോറിയർ സീരീസ് എന്താ വരിക? a naught by 2 plus summation n equal to 1 to infinity an cos n pi x pi p കൊടുക്കണോ? p 1 അല്ലേ? പ്ലസ് bn sin n pi x. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് a നോട്ടും a-നും b-നും ആണ്. a നോട്ട് എന്താ വരിക? a naught is equal to 1 by p into integral minus p to p f of x dx. p എത്രയാ? p 1 ആണ്. that is equal to 1 by 1 into integral minus 1 to 1. f of x എത്രയാ? f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ആണ് when minus 1 less than x less than 0, 1 ആണ് if 0 less than x less than 1. സോ ഞാൻ f of x തന്നെ തൽക്കാലം എഴുതാം. f of x dx this is equal to ഇതെന്താ? 1 by 1 1 ആണ്. സോ മൈനസ് 1 to 1 f of x dx എന്ന് വരും. നമുക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണ്ടേ? കാരണം f of x പീസ് വൈസ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. -1 to 0 0യും 0 to 1 1ഉം ആണ് അതിൻ്റെ വാല്യൂ. സോ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ -1 to 0 ഈ ഒരു ലിമിറ്റിൽ -1 to 0 f of x 0 ആണ്. 0 dx പ്ലസ് ഇനി 0 to 1 എത്രയാ? 0 to 1 1 ആണ്. 1 dx that is equal to ഫസ്റ്റ് താള് 0 ആയി പോവല്ലോ. ഇൻ്റഗ്രൽ 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 dxൻ്റെ വാല്യൂ 1 വരും. സോ a നോട്ട് എന്താണെന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് a-n കണ്ടുപിടിക്കാം. a-n is equal to 1 by p into integral minus p to p f of x into cos n pi x by p. cos n pi x by p 1 ആണല്ലോ. സോ എന്ത് വരും? cos n pi x dx by p വേണ്ട, കാരണം p 1 ആയതുകൊണ്ട്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു pക്ക് 1 കൊടുത്താൽ 1 by p 1 ആയി പോവും. ആൻഡ് ഇൻ്റഗ്രൽ -1 to 1 f of x into cos n pi x dx എന്ന് വരും. ആൻഡ് നമുക്കറിയാം f of x എന്ന് പറഞ്ഞാൽ -1 to 0 0യും 0 to 1 1ഉമാണ്. സോ ഇതെന്തായി മാറും? ദിസ് ഈസ് ഈക്വൽ ടു -1 to 0 0 into cos n pi x dx പ്ലസ് ഇൻ്റഗ്രൽ 0 to 1
1 into cos n pi x dx. ഇങ്ങനെ മാറിയല്ലോ ഇൻ്റഗ്രൽ. ഇതിൻ്റെ വാല്യൂ എന്താ വരിക? ഫസ്റ്റത്തത് 0 ആയി പോവും. സെക്കൻഡത്തെ നോക്കിയാൽ മതിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 into cos n pi x cos n pi x dx എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു cos n pi xൻ്റെ ഇൻ്റഗ്രൽ sin n pi x by n pi. ലിമിറ്റ്സ് കൊടുത്താൽ 0 to 1 വരും. ആൻഡ് 0 to 1 ലിമിറ്റ്സ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു sin n pi minus sin 0 by n pi. That is equal to 0 minus 0 by n pi. That is equal to 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? n എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി നമുക്ക് ആരെ ഫൈൻഡ് ചെയ്യണം? bn ഫൈൻഡ് ചെയ്യണം. bn is equal to 1 by p into integral minus p to p f of x into sin n pi x by p dx. pക്ക് 1 കൊടുത്താൽ എന്ത് വരും? this is equal to integral minus 1 to 1 f of x into sin n pi x dx. ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് pക്ക് 1 കൊടുത്താൽ നമ്മുടെ bn എന്തായി മാറി? ഇൻ്റഗ്രൽ മൈനസ് 1 to 1 f of x into sin n pi x dx ആയി. ഇനി നമുക്കറിയാലോ f of xൻ്റെ റേഞ്ച് ഒക്കെ എങ്ങനെയാണ്? f of xൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാലോ? അതിവിടെ കൊടുക്കാം. സോ bn is equal to minus 1 to 0 0 into sin n pi x dx plus minus 1 to 0 f of x 0 ആണ്. ആൻഡ് 0 to 1 f of xൻ്റെ വാല്യൂ എത്രയാ? 1 ആണ്. സോ 1 into sin n pi x dx. നമുക്കറിയാം ഈ ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ 0 ആണ്. ഇനി സെക്കൻഡത്തെ ആളെ നോക്കിയാൽ മതി. സോ bn is equal to integral 0 to 1 sin n pi x dx എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു sin n pi x ൻ്റെ ഇൻ്റഗ്രൽ cos n pi x by n minus cos n pi x by n pi എന്ന് വരും. ആൻഡ് ലിമിറ്റ്സ് 0 to 1 ദാറ്റ് ഈസ് ഈക്വൽ ടു minus 1 by n pi. 1 by n pi കോൺസ്റ്റൻ്റ് ആണ്. സോ ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. ഉള്ളിലാര് വരും? cos n pi എക്സിന് 1 കൊടുത്താൽ n pi x എന്തായി മാറും? n pi ആയിട്ട് മാറും. മൈനസ് പിന്നെ എന്ത് കൊടുക്കണം? എക്സിന് 0 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? cos n pi into 0 cos 0 എന്ന് വരും. cos 0 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by n pi into എന്താ cos n pi എന്നുള്ളത്? ഞാൻ അവിടെ വെക്കാം, എന്നിട്ട് പറഞ്ഞുതരാം എന്താണ്. cos n pi മൈനസ് cos 0യുടെ വാല്യൂ 1. സോ നമുക്ക് എന്ത് കിട്ടി? ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് cos n pi by n pi. ഓക്കെ, ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് cos n pi ആണ്. cos n pi എന്നിന് ഈവൻ നമ്പർ കൊടുത്താൽ എന്ത് വരും? cos 2 pi വരും, cos 4 pi വരും, cos 6 pi വരും. അങ്ങനെയുള്ള വാല്യൂസ് വരും. അപ്പോൾ ഈ n ഇവൻ ആണ് എങ്കിൽ എന്താ cos n piയുടെ വാല്യൂ? cos n pi എന്തായിരിക്കും? യെസ് 1 ആയിരിക്കും. cosൻ്റെ വാല്യൂ cos n piയുടെ വാല്യൂ 1 ആയിരിക്കും n ഇവൻ ആണ് എങ്കിൽ. ഇനി n ഓഡ് ആയിരുന്നുവെങ്കിലോ? n ഓഡ് ആണ് എങ്കിൽ cos pi, cos 3 pi, cos 5 pi ഇവരുടെയൊക്കെ വാല്യൂ -1 ആണ്. സോ n ഇവൻ ആണ് എങ്കിൽ cos n piയുടെ വാല്യൂ 1ഉം n ഓഡ് ആണ് എങ്കിൽ cos n piയുടെ വാല്യൂ -1ഉം ആണ്. സോ നമുക്ക് ജനറലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഇതിനെ? ദിസ് ഈസ് ഈക്വൽ ടു -1 ഹോൾ റേസ് ടു n. n ഓഡ് ആണെങ്കിൽ -1 ഹോൾ റേസ് ടു n -1ഉം ഇവൻ ആണ് n എങ്കിൽ -1 ഹോൾ റേസ് ടു n 1ഉം ആകും. സോ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? cos n piനെ -1 ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n pi എന്ന് വരും. ഇതിനെ ഒന്നും കൂടി വേണം നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. bn is equal to n ഇവൻ ആണ് എങ്കിൽ -1 ഹോൾ റേസ് ടു n എന്തായി മാറും? -1 ഹോൾ റേസ് ടു n ഇവൻ ആണെങ്കിൽ 1 വരും. സോ bnൻ്റെ വാല്യൂ എന്ത് വരും? 1 bnൻ്റെ വാല്യൂ 1 -1 ബൈ n pi എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ 0 ആണ് n ഇവൻ ആണ് എങ്കിൽ. ഇനി n ഓഡ് ആണെങ്കിൽ bnൻ്റെ വാല്യൂ എന്ത് വരും? bn എന്ന് പറഞ്ഞാൽ 1 -1 ഹോൾ റേസ് ടു n ബൈ n pi ആണ്. n ഓഡ് ആണ് എങ്കിൽ -1 ഹോൾ റേസ് ടു n-ൻ്റെ വാല്യൂ -1. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 -1 ബൈ n pi എന്ന് വരും. 1 -1 1 + 1 ദാറ്റ് ഈസ് 2 ബൈ n pi എന്ന് വരും. ഇപ്പോൾ n ഓഡ് ആണ് എങ്കിൽ. സോ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ കിട്ടി? a0ൻ്റെ വാല്യൂ കിട്ടി, അതുപോലെ എന്തിൻ്റെ വാല്യൂ കിട്ടി? bn-ൻ്റെ വാല്യൂ കിട്ടി, an-ൻ്റെ വാല്യൂവും കിട്ടി. സോ ഇത് നമ്മുടെ സീരീസിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സൊല്യൂഷൻ കിട്ടും. നമുക്ക് ഫോറിയർ സീരീസ് ആവേണ്ടത് അല്ലേ? ഫോറിയർ സീരീസ് f of x is equal to
a0 by 2 plus summation n equal to 1 to infinity an cos n pi x plus bn sin n pi x ആണ്. p1 ആയതുകൊണ്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഇതറിയാം. a-നൊക്കെ എന്താണെന്നറിയാം, a-നൊക്കെ 0 ആണെന്നറിയാം, a-ൻ്റെ വാല്യൂ മൊത്തം 0 ആണെന്നറിയാം. bn എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, a0 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, f of x is equal to a0 by 2 എന്താവും, 1 by 2 ആവും. 1 by 2 പ്ലസ് an ഉള്ള ഒരൊറ്റ ടേം ഇനി വരില്ല, കാരണം a-ൻ്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ വരിക, സൈനുള്ള ടേംസ് വരും. സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity bn sin n pi x എന്ന് വരും. ആൻഡ് ഓൾസോ നമുക്കറിയാം bn എന്ന് പറഞ്ഞാൽ എന്താ, bn is equal to 0 if n is even. n even ആണെങ്കിൽ bn 0 ആണ്. ആൻഡ് 2 by n pi ആണ്. എപ്പോൾ, n ഓഡ് ആകുമ്പോൾ. n ഓഡ് ആകുമ്പോൾ 2 by n pi ആണ്. സോ നമുക്ക് ഇതിനെ ഒന്നും കൂടി മാറ്റിയാൽ 1 by 2 പ്ലസ്, ഇപ്പോൾ n ഓടാണെങ്കിൽ 2 by n pi ആണ്. സോ b1ൻ്റെ കൂടെ b1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, b1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, b1 എന്ന് പറഞ്ഞാൽ n ഇവിടെ ഓടാണ്. സോ എന്ത് വരും, 2 by, ഇവിടെ n 1 ആയതുകൊണ്ട് 1 into pi എന്ന് വരും. സോ b1 എന്താണെന്ന് കിട്ടി, 2 by pi ആണെന്ന് കിട്ടി. b2 എന്ത് വരും, b2 എന്ന് പറഞ്ഞാൽ 2 എന്താണ്, ഈവൻ ആണ്. സോ 0 വരും. ആൻഡ് b3 നോക്കിക്കേ, p3 is equal to 2 by, n എന്ന് പറഞ്ഞാൽ 3 ആയി മാറും. n 3 ആയാൽ എന്ത് വരും, n 3 ആയാൽ 3 pi എന്ന് വരും, 3 pi എന്ന് വരും. അടുത്തത് b4 0 ആണ്. b5 എന്ന് പറഞ്ഞാൽ 2 by 5 pi എന്ന് വരും. ആൻഡ് b6 0. സോ അത് നമ്മളിവിടെ ഈ ഒരു സീരീസിൽ കൊടുത്താൽ എന്ത് വരും, b1ന് പകരം 2 by pi sin pi x പ്ലസ്, ഇനി ആരാ, b2 ഉണ്ടോ, b2 ഉള്ള ടേം ഇല്ല. ഇനി ആരുള്ള ടേമാണ് ഉള്ളത്, b3 ഉള്ള ടേമാണ്. b3 ഉള്ള ടേം 2 by 3 pi ഇൻറ്റു, അപ്പോൾ ആരാ വരിക, n 3 ആകുമ്പോൾ sin 3x 3 pi x പ്ലസ് എക്സെട്ര. ഇതായിരിക്കും എന്ത്, നമ്മുടെ ഫോറിയർ സീരീസ്. എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഈ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ സീരീസ് ആണ് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫോറിയർ സീരീസ് ഓഫ് 2 pi പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. 2 pi പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ഫോറിയർ സീരീസ് എന്താണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 2p പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ ഫോറിയർ സീരീസ് കണ്ടായിരുന്നു. അവിടെ എന്ത് വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്, അവിടുത്തെ 2pക്ക് പകരം ഇവിടെ 2pi വന്നു. 2p എന്ന് പറയുന്നത് ഇവിടെ ആരാ, 2pi ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, p എന്ന് പറയുന്നത് pi ആണ് എന്ന് കിട്ടും. സോ നമ്മൾ ഫോറിയർ സീരീസ് ഓഫ് 2p പീരിയോഡിക് ഫംഗ്ഷൻസ് കാണാൻ പഠിച്ചു. അവിടെ pക്ക് പകരം pi വന്നാൽ എന്തായി, ഫോറിയർ സീരീസ് ഓഫ് 2 pi പീരിയോഡിക് ഫംഗ്ഷൻസ് ആയി. സോ ആദ്യം നമുക്ക് 2p പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ ഫോറിയർ സീരീസ് ഒന്ന് എഴുതി നോക്കാം. എന്താ വരിക, a0 by 2 plus summation n equal to 1 to infinity an cos n pi x by p plus bn sin n pi x by p. ഇതാണ് എന്ത് 2p പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ്. ഇവിടുത്തെ a0ഉം an-ഉം bn ഒക്കെ കാണാൻ പ്രത്യേക ഇക്വേഷൻസും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ pക്ക് പകരം ആര് വരും, pi വരും. 2pi പീരിയോഡിക് ആണ് ഫംഗ്ഷൻ എങ്കിൽ. അപ്പോൾ ഇതെന്തായി മാറും, a0 by 2 plus summation n equal to 1 to infinity an, pക്ക് പകരം pi കൊടുത്താൽ ഇവിടെയും എന്ത് വരും, മുകളിലും താഴെയും, ഇവിടുത്തെ പൈയും ഈ പിയും തമ്മിൽ എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. അപ്പോൾ എന്ത് വരും, cos nx എന്ന് വരും പ്ലസ് bn ഇൻറ്റു sin n pi x by p. അതെന്തായി മാറും, pക്ക് pi കൊടുത്താൽ sin n pi x by pi എന്ന് വരും. അപ്പോൾ പൈയും മുകളിലും താഴെയും വന്നിട്ട് ക്യാൻസൽ ആയി പോകും. സോ bn ഇൻറ്റു sin nx എന്ന് വരും. ഇതാണ് എന്ത്, ഫോറിയർ സീരീസ് കറസ്പോണ്ടിങ് ടു 2pi പീരിയോഡിക് ഫംഗ്ഷൻ. 2pi പീരിയോഡിക് ഫംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എന്ത്, ഫോറിയർ സീരീസ്. ഇനി നമുക്ക് a0ഉം an-ഉം bn-ഉം കൂടി ഒന്ന് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. a0 എങ്ങനെയാണ് വരിക, a0 എന്ന് പറഞ്ഞാൽ 1 by p ഇൻ്റഗ്രൽ മൈനസ് p to p f of x dx ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, pക്ക് pi കൊടുത്താൽ 1 by pi ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് pi to pi f of x dx എന്ന് വരും. ആൻഡ് പിന്നെ നമുക്ക് an is equal to 1 by p ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് p to p f of x ഇൻറ്റു cos n pi x by p dx ആണ്. അപ്പോൾ pക്ക് പകരം pi കൊടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by pi ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് pi to pi f of x ഇൻറ്റു, നമ്മൾ നേരത്തെ കണ്ടു ഈ ഒരു ടേമിൽ cos n pi x by pയിൽ pക്ക് pi കൊടുത്താൽ അതെന്തായി മാറും, cos nx ആയി മാറും. സോ ഇത് ഇൻറ്റു cos nx dx എന്ന് വരും. നെക്സ്റ്റ് എന്താ വരിക, bn ഈസ് 1 by p ഇൻ്റഗ്രൽ മൈനസ് p to p f of x ഇൻറ്റു sin n pi x by p
dx that is equal to 1 by pi pക്ക് pi കൊടുക്കുമ്പോൾ 1 by pi integral minus pi to pi f of x into sin n pi x by pക്ക് പകരം pi so sin n pi x by pi വരും അതായത് sin nx dx എന്ന് വരും സോ നമുക്ക് bn-ഉം an-ഉം അതുപോലെ a0-ഉം 2π പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ഫൊറിയർ സീരീസ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അറിയാം